ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ആർ സുഗതന്റെ അവധി അപേക്ഷ തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകരിച്ചു. പക്ഷേ ശക്തമായ പ്രതിഷേധം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇനിയുള്ള പ്രതിപക്ഷ നീക്കം എന്ത് എന്നുള്ളതിൽ വലിയ ആകാംക്ഷയുണ്ട്. സുഗതന്റെ അവിശ്വാസം തുടരുമോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഇനിയുള്ള നീക്കം എന്ത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിനാഥൻ എന്ത് പറയണമെന്നറിയാതെ ശബരിനാഥൻ അങ്ങ് വല്ലാത്തൊരവസ്ഥയിലേക്കായി പോയി. കാരണം തൻ്റെ സ്വന്തം സർക്കാർ UDFന്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ഒരു കാപ്പ കേസ് പ്രതിക്ക് അനുകൂലമായ ഒരു നിയമോപദേശം നൽകുന്നത് പോലെ സഹായിച്ചു എന്ന് മേയർ തന്നെ പരസ്യമായി പറഞ്ഞപ്പോൾ എന്തിനീ ചെയ്യണം എന്തിനീ പറയണമെന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ സുഗതന്റെ കാര്യത്തിൽ? പ്രത്യേകിച്ച് ഒറ്റ സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ 51 സീറ്റുമായിട്ട് ആ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാനിന്മേൽ കളിയാണ് BJPയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി LDF എന്ത് ചെയ്യും? UDF എന്ത് ചെയ്യും? ഈ ഒരു അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ BJP എന്ത് ചെയ്യും? ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രസാദ്. ഷിഹാസെ, ഗുഡ് ഈവനിങ്. അന്ന് കൗൺസിൽ യോഗം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. SP ദീപകിൻ്റെ നേതൃത്വത്തിൽ CPIM കൗൺസിലർമാരെല്ലാം നേരെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ അതെല്ലാം കണ്ടുകൊണ്ട് അതിനേക്കാളും വലിയ സമരവും പ്രതിഷേധവും ആസൂത്രണം ചെയ്ത PK ശബരിനാഥും സംഘവും അങ്ങ് ഇല്ലാണ്ടായി പോയി എന്ന് പറയുന്നതാണ് വാസ്തവം. അതായത് മേയർ ആ ഉത്തരവ് സർക്കുലർ വായിച്ചതോടുകൂടിയാണ് ശബരിനാഥും സംഘവും സ്തബ്ധരായി പോയത്. നേരത്തെ CPIM BJP ബാന്ധവം എന്ന നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ UDF ശക്തമായ വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇതാ സുഗതന്റെ രൂപത്തിൽ ഒരു സഹായവുമായി UDF സർക്കാർ സുഗതന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. CPIMന് ഇതൊരു പിടിവള്ളിയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി CPIM BJP ബാന്ധവം എന്ന് പറഞ്ഞു നടന്നവരാണ് UDF. പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു ദിവസം UDF സർക്കാർ സുഗതന് അനുകൂലമായി BJPക്ക് അനുകൂലമായി ഒരു നീക്കം നടത്തിയത് അത് UDF ക്യാമ്പിനെ ഞെട്ടിച്ചതിനൊപ്പം LDF ക്യാമ്പിന് അത് വലിയ ആശ്വാസമായി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടേക്ക് BJPക്കെതിരായി ശക്തമായി LDF പട നയിക്കുമ്പോഴും UDFന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊട്ടാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ വകുപ്പിനപ്പുറം അത് എന്തിനാണ് അങ്ങനെ ഒരു അനൗദ്യോഗിക കുറിപ്പ് ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചത് എന്ന ചോദ്യം ഉറപ്പായും ആഭ്യന്തര വകുപ്പിനെയും കുഴക്കും എന്നുള്ളതാണ്. അവിടെയും BJP ബാന്ധവം എന്ന് പറയുന്ന കഥകളുമായി CPIM വരും എന്ന കാര്യം ഉറപ്പാണ്. സുഗതന്റെ വിഷയം ഇപ്പോഴും കത്തുകയാണ് ഷിഹാസെ. ഇപ്പോഴും അതേ വിഷയം കൂടുതൽ വിവാദങ്ങളായി പടരുകയുമാണ്. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും സുഗതനും BJPക്കും അനുകൂലമായിട്ടുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇനി മറുപടി പറയേണ്ടി വരും. എന്താണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ, രസകരമായ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.